പ്രിയങ്ക ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് ബി.ജെ.പി. നേതാവ് രമേശ് ബിദൂരി രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ പരാമർശം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന വാക്കുകൾ പിൻവലിക്കുകയാണെന്നും രമേശ് ബിദൂരി തുറന്നു പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ മുൻപ് പല നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷെ അന്നൊക്കെ കോൺഗ്രസ് മൗനം പാലിക്കുകയായിരുന്നു. ലാലു പ്രസാദ് യാദവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ പരാമർശം നടത്തിയത്. അന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തവർ ഇന്ന് എതിർപ്പ് ഉയർത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ വളരെ മൃദുലമാകുമെന്നായിരുന്നു അദ്ദേഹം നടത്തിയ വിവാദ പരാമർശം. ഡൽഹി കൽക്കാജി മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ബിദൂരി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു. ബി.ജെ.പി. സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും ഒരു ജനാധിപത്യ പ്രതിനിധിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് ലജ്ജാകരമാണെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് വെളിപ്പെടുത്തി. ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖം ഇതാണ്. ബിദൂരിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനോനിലയാണ് സൂചിപ്പിക്കുന്നതെന്നും സുപ്രിയ ശ്രീനാഥ് ശക്തമായി വിമർശിച്ചു. ബിദൂരിക്കെതിരെ എ.പി. നേതാവും രാജ്യസഭാ എം.പിയുമായ സഞ്ജയ് സിംഗും രംഗത്ത് വന്നിരുന്നു. ഇത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ബി.ജെ.പി. സ്ത്രീകളെ യഥാർത്ഥത്തിൽ ആദരിക്കുന്നത്. ഇത്തരം നേതാക്കളുടെ കൈകളിൽ ഡൽഹിയിലെ സ്ത്രീകളുടെ സുരക്ഷ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും? സഞ്ജയ് സിംഗ് എക്സിൽ കുറിക്കുകയുണ്ടായി. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ബിദൂരി നടത്തിയ പ്രതികരണം. മുമ്പൊരിക്കൽ ബീഹാറിലെ റോഡുകൾ ഹേമ മാലിനിയുടെ കവിളുകൾ പോലെയാകുമെന്ന് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞിരുന്നു. ആ കാര്യം ബിദൂരി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് കോൺഗ്രസ് പ്രസ്താവനയിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ഹേമാജിയുടെ കാര്യം എന്താകും? പ്രശസ്ത നായികയായ അവർ സിനിമകളിലുടനീളം ഇന്ത്യയുടെ യശസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയല്ലെന്ന ചോദ്യമാണ് ബിദൂരി ഉന്നയിച്ചത്. ഹേമ മാലിനി സ്ത്രീയല്ലേ എന്നായിരുന്നു പ്രിയങ്കയ്ക്കെതിരായ സെക്സിസ്റ്റ് പരാമർശത്തോടുള്ള ബിദൂരി നൽകിയ മറുപടി. മാത്രമല്ല, മറിച്ച് പ്രിയങ്കയേക്കാൾ ഒരുപടി മുന്നിലാണ് അവരെന്നും ബിദൂരി അവകാശപ്പെടുകയുണ്ടായി. കൽക്കാജിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയെ ആണ് ബിദൂരി നേരിടുന്നത്. ത്രികോണ മത്സരത്തിൽ കോൺഗ്രസിന്റെ അൽകാൽ ലംബയും രംഗത്ത് വരികയുണ്ടായി. മാത്രമല്ല, ദില്ലി മുഖ്യമന്ത്രി അച്ഛനെ മാറ്റിയെന്ന് ബിദൂരി ആരോപിക്കുകയുണ്ടായി. മുമ്പ് അതിഷി മെർലേന എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരെന്നത്. പക്ഷേ ഇപ്പോൾ അത് അതിഷി സിംഗ് എന്നായെന്നും ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവമെന്നും ബിദൂരി പറഞ്ഞിരുന്നു. പ്രിയങ്ക ഗാന്ധിക്കെതിരായി അസഭ്യ പരാമർശത്തിന് മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് അടുത്ത പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കൽക്കാജി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മുൻ എം.പി. കൂടിയാണ് ബിദൂരി. ബി.ജെ.പി. എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി വിമർശിക്കുകയും ചെയ്തു.